ശുഭാപ്തി വിശ്വാസത്തോടെ ഒരു പുതിയ അധ്യായത്തിൻ്റെ ആരംഭത്തിൽ എത്തി നിൽക്കുമ്പോൾ മുൻകാല തെറ്റുകളുടെയും പരാജയങ്ങളുടെയും ഭാരം നിങ്ങളെ പിന്തിരിപ്പിക്കാം. ദൈവം നിങ്ങൾക്കായി കരുതി വച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങളെയും അനുഗ്രഹത്തെയും കുറിച്ച് അനിശ്ചിതത്വവും അയോഗ്യതയും നിങ്ങൾക്ക് തോന്നാം. എന്നാൽ ദൈവവചനം ആശ്വാസത്തിൻ്റെയും ഉറപ്പിൻ്റെയും പ്രത്യാശയുടെയും വാക്കുകൾ നിങ്ങളെ കേൾപ്പിക്കുന്നു. എനിക്കും നിനക്കും മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും, നിന്നെ അധികമായി വർദ്ധിപ്പിക്കും എന്ന് സർവശക്തനായ ദൈവം അരുളി ചെയ്യുന്നു. ഇന്ന് ഈ വാക്യത്തിൻ്റെ ശക്തി നിങ്ങളെ രൂപാന്തരപ്പെടുത്തും. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഒരു നിർണായക നിമിഷം ദൈവം അവനുമായി ഒരു ഉടമ്പടി സ്ഥാപിക്കുന്നു. അനേക ജാതികൾക്ക് തന്നെ പിതാവായി തീരുമെന്ന് തന്നോട് വാഗ്ദത്തം ചെയ്യുന്നു. ഈ ഉടമ്പടി ദൈവത്തിൻ്റെ നിരുപാധികമായ സ്നേഹത്തെയും വിശ്വസ്തതയിലും ഊന്നിയതാണ്. നാം ദൈവികമായ ഉടമ്പടി ബന്ധത്തിൽ പ്രവേശിക്കുമ്പോൾ ഈ അസാധാരണമായ കരുതൽ അനുഭവിക്കുവാൻ കഴിയും. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ യോഗ്യതയിലല്ല, മറിച്ച് ദൈവ സ്വഭാവത്തിൽ അധിഷ്ഠിതമാണ്. ദൈവം തൻ്റെ വാഗ്ദാനങ്ങൾ പാലിപ്പാനും നമ്മുടെ ജീവിതത്തിനായുള്ള അവൻ്റെ പദ്ധതികൾ നിറവേറ്റുവാനും അവൻ പ്രതിജ്ഞാബദ്ധനാണ്. നാം ദൈവിക ഉടമ്പടിയിൽ പങ്കാളികളാകുമ്പോൾ നമുക്ക് ഈ മഹത്വം കൈവരിക്കുവാൻ കഴിയും. അചഞ്ചലമായ വിശ്വാസത്തെയും പരിധി ഇല്ലാത്ത സാധ്യതകളെയും അത് അനുഭവിപ്പാനും നമുക്ക് കഴിയും. ദൈവിക ഉടമ്പടിയുടെ ശക്തിയെ സ്വീകരിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ പരിവർത്തനാത്മകമായ ദിശയിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. ഗോഡ് ബ്ലസ് യു.